വാഗ്ദാനം നൽകി 2021 മുതൽ 23 വരെ പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. വിശദമായ അന്വേഷണം നടത്തിയ പ്രത്യേക സംഘം 60-ാം ദിവസം കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ബലാത്സംഗം ചെയ്തതിനും യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനും തെളിവുണ്ടെന്നാണ് കണ്ടെത്തൽ. കേസിൽ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട സെൻട്രൽ പോലീസും വേടനെതിരെ കേസെടുത്തിരുന്നു. കേസുകൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച വേടന്റെ കുടുംബം നൽകിയ പരാതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതില് റാപ്പർ വേടന് കേസുകളിൽ കുരുക്ക് മുറുകുന്നു, തെളിവുകൾ നിരത്തി കുറ്റപത്രം എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് 18 വന്നൊരു വീഡിയോ ഉണ്ട്, അതോടെ കണ്ടു നോക്കാം. വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതിന് വാട്സാപ്പ് ചാറ്റുകളും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ഡിജിറ്റൽ വിവരങ്ങളും തെളിവ്. സൗഹൃദത്തിലായ ശേഷം വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തിനിടെ 5 തവണ ലൈംഗികമായി പീഡിപ്പിച്ചു. റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിവരങ്ങളാണിത്. പരാതിക്കാരിയായ യുവ ഡോക്ടർ പറയുന്നത് ശരിവെക്കുന്നതാണ് കണ്ടെത്തൽ. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കഞ്ചാവ് കേസിൽ ഹിൽപാൽ